FC ബാഴ്സലോണയുടെ കുതിപ്പ്. നമ്മൾ ഇപ്പോൾ ലാലിഗൊക്കെ മാച്ചുകളൊക്കെ കാണുമ്പോഴേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ് FC ബാഴ്സലോണ. FC ബാഴ്സലോണ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ ഏക എതിരാളി റയൽ മാഡ്രിഡ് അവിടെ ഉണ്ട്. അത് വേറെ കാര്യം, അതാണ് നിൽക്കട്ടെ. ഇപ്പോൾ FC ബാഴ്സലോണയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ അത്രയും നല്ല മികച്ച പെർഫോമൻസാണ് അവർ ടീം കാഴ്ചവെക്കുന്നത്. ആ ടീമിൽ 11 കളിക്കുന്ന ഓരോ താരങ്ങളും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. കാരണം റിസെൻ്റ്ലി നടന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 7 കളികളിൽ 7 വിജയിച്ചും കണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ, അല്ലേ? കാരണം മുന്നേറ്റം നിര തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. റാഫിഞ്ഞ, അതുപോലെ ലെവൻഡോസ്കി, ലാമിൻ യമാൽ പോലുള്ള മുന്നേറ്റ നിരയുടെ കരുത്ത് തന്നെയാണ് അവരുടെ ഈ ഒരു വിജയത്തിന് കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന മത്സരത്തിൽ ഗെറ്റാഫേനെ വിട്ട് ഒരു ഗോളിനാണ് അവർ ജയിച്ചത്. അതോടുകൂടിയാണ് 7 മത്സരങ്ങളിൽ 7 വിജയിച്ചും കണ്ട് അവർ ലീഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലെവൻഡോസ്കിയാണ് അവർക്ക് ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് ഏക ഗോൾ നേടിയത്. ലെവൻഡോസ്കി ആണെന്നുണ്ടെങ്കിലും റാഫിഞ്ഞ ആണെന്നുണ്ടെങ്കിലും യമാലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോൾ ഈ ഒരു സീസണിൽ അത്രയും മികച്ച പെർഫോമൻസാണ് ഈ ഒരു താരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. റാഫിഞ്ഞൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബ്രസീലിൽ വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്നില്ല എന്നുള്ള ചർച്ചകളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. റാഫിഞ്ഞൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വിനീഷ്യസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബ്രസീലിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്ന ഓരോ താരങ്ങളുടെയും കാര്യത്തിലൊക്കെ പല ചർച്ചകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അവരുടെ രാജ്യാന്തര ടീമിലെ പെർഫോമൻസും ക്ലബ്ബ് മത്സരങ്ങൾ വരുമ്പോൾ പെർഫോമൻസൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർക്കെതിരെ ഒരുപാട് ട്രോളുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ ആൾറെഡി സമൂഹ മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ റയലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ബാഴ്സൻ്റെ കാര്യമാണെങ്കിലും എടുക്കുമ്പോൾ ക്ലബിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അവർ അത്രയും മികച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോൾ റാഫിഞ്ഞ ഇപ്പോൾ സീസണിൽ മികച്ച ഒരു മുന്നേറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഫിഞ്ഞൻ്റെ കാര്യത്തിൽ. അതുപോലെ പിന്നെ അടുത്ത് പറയാനുള്ളത് യമാലിൻ്റെ കാര്യമാണ്. 17 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഈ ഒരു ഏജിൽ തന്നെ അദ്ദേഹം യൂറോ കപ്പ് നേടി. അതൊരു കാര്യം. അങ്ങനെ ഒരുപാട് നമുക്ക് ഓരോ ലോകോത്തര താരങ്ങൾ കരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ, ഇവൻ കൊള്ളാട്ടോ, ഇവൻ കുറച്ച് കാലം ഫീൽഡിലുണ്ടെന്നുണ്ടെങ്കിൽ പല റെക്കോർഡുകളും മറികടക്കും, അല്ലെങ്കിൽ ഈ താരം ഇന്ന താരത്തിന് തുല്യമാണ്, ഇന്ന ലെജൻഡിന് തുല്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുമല്ലോ. അതിൽ തന്നെ പല താരങ്ങളും ഒന്ന് വന്ന് ഒറ്റപ്പോക്കണ് പോവും. അത് വേറെ കാര്യം. ഫീൽഡ് ഔട്ട് ആവും പെട്ടെന്ന്. ഫീൽഡ് ഔട്ട് മീൻസ് അവർക്ക് വന്ന സമയത്തുള്ള പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരു ലെവലിൽ തിളങ്ങാതെ പോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ യമാലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്നത്, അതും ഈ ഒരു 17-ാം വയസ്സിൽ തന്നെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. വെറും 17 വയസ്സിൽ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്ന ഉടനെ യൂറോ കപ്പ് രാജ്യത്തിന് വേണ്ടിയിട്ട് നേടിക്കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി. കാരണം ആ ഒരു ടൂർണമെൻറ്റിൽ മികച്ചു നിന്നൊരു താരമാണ് യമാൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോള്, സ്പെയിനിന് വേണ്ടിയിട്ട് ആ മൂലൊക്കെ കിട്ടൊരു ഗോളുണ്ട്. എന്നിപ്പോൾ ലയണൽ മെസ്സിൻ്റെ അടവങ്കാല് ഗോളുണ്ടല്ലോ, എന്ന ഗോളിനെ മെസ്സിൻ്റെ ആ ഒരു ഗോളിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ ഒരു കാലയളവിലും ഓർമ്മിക്കാവുന്ന ഒരു ഗോളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സ്പെയിനിന് വേണ്ടിയിട്ട് അന്ന് ഗോളടിച്ച ആ ഗോള്. കഴിഞ്ഞ യൂറോ കപ്പിലാണത്. അപ്പോൾ യൂറോ കപ്പ് നേടി ഇപ്പോൾ ബാഴ്സലോണയിൽ മിന്നുന്ന ഫോമിലാണ് താരം. ഇപ്പോൾ അദ്ദേഹം റീസെൻ്റിലായിട്ട് പല ഫൗളുകൾക്കും ഇരയാകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോച്ചനെ പറയുന്നുണ്ട് ഇതുപോലുള്ള ഫൗളുകൾക്ക് എതിരെ റഫറിമാർ കടുത്ത നിലപാട് എടുക്കണം എന്നുള്ളത്. കാരണം ഈ ഒരു ഏജിൽ തന്നെ കരിയറിൽ ഒരുപാട് ഫൗളുകൾക്കിരയായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് മുന്നിൽ. ഒരു എക്സ്പീരിയൻസ് അല്ല, പല എക്സ്പീരിയൻസ് ഉണ്ട്. റൊണാൾഡോ, നെയ്മർ പോലുള്ള ഒരുപാട് താരങ്ങൾ പരിക്ക് കാരണം കരിയർ നഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. നിലവിലിപ്പോൾ ആ ഒരു സന്ദർഭത്തിലുള്ളത് നെയ്മർ ജൂനിയറാണ്. ഒരുപാട് പ്രതീക്ഷയോടെ കളത്തിലേക്ക് വന്നിട്ട് ആ പ്രതീക്ഷ എങ്ങനെയായിരുന്നു, അങ്ങനെ കളത്തിലേക്ക് വന്നു, അത് അതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്ത് ഓരോ റെക്കോർഡുകൾ, അതുപോലെ ഓരോരോ മികച്ച പെർഫോമൻസുകൾ ക്ലബിനാണെന്നുണ്ടെങ്കിലും രാജ്യത്തിനാണെന്നുണ്ടെങ്കിലും ഒന്നിനൊന്നും വകവെക്കാതെ ഉള്ള. ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ നെയ്മർ ഇല്ലാതെ ബ്രസീലില്ലാത്ത അവസ്ഥയൊക്കെയാണ്. അതടക്കട്ടെ, ഞാൻ പറയാം. പിന്നെ
അത്രയും മികച്ച പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് കാഴ്ചവെച്ച ഒരു താരമാണ്, ലോകോത്തര താരമാണ്. മെസ്സിക്കും റൊണാൾഡോയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൂടെ വാഴ്ത്തപ്പെട്ട, അവരുടെ കൂടെ പറഞ്ഞ ഒരു പേരാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം ഇപ്പോൾ കരിയറിൻ്റെ പല വർഷങ്ങളും കരിയറിൻ്റെ പല ഭൂരിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭാഗവും കളത്തിന് പുറത്താണ്. കാരണം കളിക്കാൻ കഴിയണില്ല, പരിക്ക്, ഒരു പരിക്ക് കഴിഞ്ഞാൽ അടുത്ത പരിക്ക്, അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ബോഡി ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ ഓരോ ഇഷ്യൂകൾ കാരണമാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങാൻ കഴിയണില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലെവലിൽ പോകാൻ കഴിഞ്ഞാൽ യമാൽ വേറെ ലെവലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേമാതിരി തന്നെയാണ് നമ്മളെ ലെവൻഡോസ്കി ബാഴ്സയിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒരുപാട് ഗോൾ സ്കോറർമാരെ ലിസ്റ്റിൽ അദ്ദേഹം വന്ന് നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫ്ലിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് ലെവൻഡോസ്കി എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സീസണിൽ ബാഴ്സ അത്രയും നല്ല കുതിപ്പാണ് ഈ ഒരു ദിവസം വരെ, ലാസ്റ്റ് മത്സരം വരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത്, നമുക്ക് വെയിറ്റ് ചെയ്യണത് എൽ ക്ലാസിക്കോണ്. മെസ്സി, നെയ്മർ, റൊണാൾഡോ, MSN, BBC, ബെയ്ലി, ബെൻസിമ, റൊണാൾഡോ കാലഘട്ടത്തിലെ ഒരു എൽ ക്ലാസിക്കോ ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കണ്ടതുമാണ്. നമുക്ക് അതിനൊരു കാത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഒന്ന് എൽ ക്ലാസിക്കോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ ഉണ്ട്. ആ ഒരു എൽ ക്ലാസിക്കൊക്കെ നമുക്കൊരു ആവേശകരമായിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ. ആ ഒരു ആവേശത്തിന് കാരണം ഒന്ന് മെസ്സി, റൊണാൾഡോ ഓപ്പോസിറ്റായിട്ട് കളിക്കണതാണ്, ബാക്കിൽ നെയ്മർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ലോകോത്തര ഫാൻസ് പവറുള്ള ഒരുപാട് താരങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ആ ഒരു മാച്ചിനുണ്ടായിരുന്നത്. എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ റയലും ബാഴ്സി എന്ന് പറയുമ്പോൾ എന്നും ആ ഒരു ലെവലിൽ ആണ് കളിക്കുന്നത്. കാരണം അത്രയും നല്ല ഫാൻസുള്ള ലോകോത്തര ക്ലബ്ബുകളാണ്. അപ്പോൾ അതും ഈ ഫാൻസ് പവറുള്ള താരങ്ങളുള്ള ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ഫാൻസ് പവർ, അല്ലെങ്കിൽ ഒരു ആവേശം അത്രയ്ക്ക് അങ്ങോട്ടില്ല എന്നുണ്ടെങ്കിലും ഏറെക്കുറെ നമുക്ക് ആ ഒരു ആവേശം ഓർമ്മിപ്പിക്കാവുന്ന രീതിയിലുള്ള എൽ ക്ലാസിക്കോണ് നമുക്ക് വരാൻ പോകുന്നത്, റയലും ബാഴ്സയും തമ്മിൽ കളി വരുമ്പോൾ. അതിലൊരു സംശയമില്ല. കാരണം മുന്നേറ്റം നിരന്നെയാണ് കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത്. യമാലും ലെവൻഡോസ്കി, റാഫിന്ന, അതും ഒരു വെറുതെ സ്റ്റാർ വാല്യുള്ള പേര് പറയല്ല, മികച്ച ഫോമിലാണ് അവർ ആ 3 താരങ്ങളും. അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങൾ ഫോമിലല്ല എന്നല്ല കേട്ടോ, എടുത്ത് പറയേണ്ട താരങ്ങൾ. അതുപോലെ ആ ഒരു ടീമും മികച്ച് നിന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരങ്ങളും. അതേമാതിരി തന്നെ നേരെ ഓപ്പോസിറ്റ് റയൽ മാഡ്രിഡിലെടുക്കുകയാണ് ഈ വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ, അതുപോലെ എൻട്രിക്ക്, ഇതുപോലുള്ളൊരു മുന്നേറ്റ നിര, ലോകോത്തര മുന്നേറ്റ നിര എന്ന് വേണമെങ്കിൽ പറയാം. ഇവരും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മത്സരങ്ങളും ജയിച്ചും കണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തോൽവി അറിയാതെ. അപ്പോൾ ഈ ഒരു 2 ടീമും ഈ ഒരു മികച്ച് നിൽക്കുന്ന ക്ലബ്ബുകൾ തമ്മിൽ ഒരുമിച്ച് ഒരു എൽ ക്ലാസിക്കോ ഇനി വരുമ്പോൾ അത് നമുക്ക് പ്രത്യേക ഫീല് കാണിച്ച് തരും, നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കാരണം മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ അല്ലാന്നുണ്ടെങ്കിൽ എൽ ക്ലാസിക്കോ വരുമ്പോൾ എൽ ക്ലാസിക്കോ ഉണ്ട് എന്നുള്ളൊരു ഫീൽ നമ്മളെ മനസ്സിൽ ഓൾറെഡി വരും. ആ ഒരു സാഹചര്യത്തിൽ ഇത്തിരി നല്ലൊരു ലൈനപ്പ് 2 ടീമിലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി നല്ല തോൽക്കാൻ മടിയുള്ള 2 ടീമായിട്ട് കരുത്തരായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന 2 ടീമും മത്സരിക്കാൻ വരുമ്പോൾ ആ ഒരു എൽ ക്ലാസിക്കോൻ്റെ ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായി മാറും എന്നുള്ളതിലൊരു സംശയമില്ല. ഏതായാലും ബാഴ്സലോണ ഈ സീസണിൽ മികച്ച കുതിപ്പാണ് കുതിക്കുന്നത്. അതുപോലെ തന്നെയാണ് റയലും. എന്താണെങ്കിൽ ലീഗിൽ അവരുടെ ഏത് ടീമിൻ്റെ പെർഫോമൻസാണ് ടോപ്പിൽ വരുന്നത്. അതുപോലെ എൽ ക്ലാസിക്കോ വരുമ്പോൾ അതിലേതാക്കാനും ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ്.